സമരം തുടങ്ങി 18ാം ദിവസം ആശാ വർക്കർമാർക്ക് 3 മാസത്തെ ഓണറേറിയം കുടിശ്ശികയും ഇൻസെന്റീവ് കുടിശ്ശികയും സർക്കാർ അനുവദിച്ചു. എന്നാൽ തങ്ങളുടെ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടിലാണ് ആശാ വർക്കർമാർ. ദിവസവേതനം 700 രൂപയായി ഉയർത്തണമെന്നും വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നതും സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നു. സമരവേദിയിൽ നിന്നും KB ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 18ാം ദിനത്തിലാണ് ആശമാർക്ക് അല്പം ആശ്വാസമായിട്ടുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കരുതൽ വരുന്നത്. എന്നാൽ അത് കരുതൽ എന്ന് പറയാൻ മാത്രം കഴിയില്ല. പ്രധാനമായും ജനുവരി മാസത്തെ ഒരു ഓണറേറിയം മാത്രമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും അവരെല്ലാം തന്നെ സമരപന്തലിൽ ഈ 18ാം ദിനത്തിലും ശക്തമായി തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കലുണ്ട്. ഈ ഒരു 18ാം ദിനത്തിൽ ആശമാർക്ക് ആശ്വാസമെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാരിന്റെ ഒരു ജനുവരി മാസത്തെ ഓണറേറിയം നൽകൽ അത് ജോലി ചെയ്തതിനുള്ള വേതനമല്ലേ, അത് കുടിശ്ശികയില്ലാതെ കൊടുക്കണം. അതിപ്പോ കുടിശ്ശിക തീർത്തു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സമരത്തിന്റെ ഒരു വിജയമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കാണ്. പക്ഷേ നമ്മുടെ അടിസ്ഥാനപരമായ ഡിമാൻഡുകൾ ഇവിടെ നിലനിൽക്കാണ്. വേതനം വർദ്ധിപ്പിക്കണം. 232 രൂപ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പറ്റില്ല, അത് വർദ്ധിപ്പിച്ചു തരണം. അതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ പെൻഷൻ ആനുകൂല്യം അത് പ്രഖ്യാപിക്കണം. അതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ. അത് ചർച്ച ചെയ്യാതെ ജോലി ചെയ്തതിനുള്ള വേതനം തന്നെന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്താ ഞങ്ങൾ പറയണ്ടേ? സമരത്തിന്റെ 18ാം ദിനത്തിൽ നിൽക്കുമ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് അതൊരു സമരത്തിന്റെ വിജയമായിട്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഞങ്ങൾ കണക്കാക്കാണ്. കാരണം ഇന്ന് വരെ ഇൻസെന്റീവ് ഓണറേറിയം ഒന്നിച്ച് വന്നിട്ടില്ല. അത് തന്നെയല്ല, ഇത് ജിയോ വന്നാൽ തന്നെ വളരെ കാലതാമസത്തിലാണ് പണം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, 11ാം തീയതി ജിയോ വന്നേ, ഇന്ന് 27ാം തീയതി ആയപ്പോഴാണ് പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് ലഭ്യമായത് നമ്മുടെ സമരത്തിന്റെ വിജയമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം ആരോഗ്യമന്ത്രി നടത്തുമ്പോഴും സമരത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമോ അല്ല മുന്നോട്ട് പോകും? ഇല്ല, അത് ഞാൻ ആദ്യമേ പറഞ്ഞതിനകത്ത് ഉത്തരവുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ലേ. അതിനകത്തൊരു തീരുമാനം ഇല്ലാതെ എങ്ങനെ പോകാൻ പറ്റും? ജോലി ചെയ്ത കൂലിക്ക് വേണ്ടിയല്ലല്ലോ 18 ദിവസം ഇവിടെ വെയിൽ കൊണ്ടത്. അത് ഞങ്ങൾ നിരന്തരം സമരം നടത്തുന്നത്. കഴിഞ്ഞ മാസം 25ാം തീയതി സമരം നടത്തി, അതിനുമുമ്പ് ഓഗസ്റ്റ് 16ാം തീയതി സമരം നടത്തി, അതിനുമുമ്പ് എത്രയോ തവണ നിയമസഭാ മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു കുടിശ്ശിക വരുത്തുന്ന വിഷയത്തിൽ. പക്ഷെ ഇത് ജീവൽ പ്രധാനമായ ഈ ഡിമാൻഡുകളിന്മേൽ തീരുമാനമെടുക്കണം. അതിനല്ലേ ഞങ്ങളിവിടെ വെയിലും കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ ഒരു സമരത്തിന് ബദൽ സമരമായിട്ട് ആലപ്പുഴയിലടക്കം CI2 സമരരംഗത്ത് ആശമാരെ ഇറക്കിക്കൊണ്ടൊരു പ്രകടനവും പ്രതിഷേധവും എല്ലാം തന്നെ ഇറങ്ങേറി. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങൾക്കെതിരെയുള്ള ഒരു ബദൽ സമരമായിട്ടാണോ CI2 ഒരു സമരമുഖം തുറക്കുന്നത്? ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ആശമാരുടെ വിഷയം ഉന്നയിച്ച് ഞങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ ആ വിഷയം തന്നെ അത് ജെന്യുവിൻ ആയതുകൊണ്ടും കറക്റ്റ് ആയതുകൊണ്ടുമല്ലേ മറ്റ് സംഘടനകളും സമരത്തിനിറങ്ങി. അപ്പൊ അവരെ കൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടും ഒരു സമര ശക്തിയായിട്ട് അവർ വരികയല്ലേ, അത് നമ്മുടെ സമരത്തിന് കൂടുതൽ ശക്തി പകരുകയല്ലേ ചെയ്യുന്നത്, നമ്മുടെ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ ആ സമരത്തെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തു. പല ഭാഗങ്ങളിലുമെല്ലാം തന്നെ ആശാപ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങി ഒരു ഭീഷണിയുടെ സ്വരം ഉയർത്തുന്നതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വരുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ ആശമാർക്ക് നേരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ? ഏതൊരു തൊഴിൽ സമരം നടക്കുമ്പോഴും ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഭീഷണിയെയും ഇപ്പൊ ഡയറക്ടറേറ്റിൽ നിന്ന് വന്നിരിക്കുന്ന സർക്കുലറിനെയൊക്കെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊന്നും കണ്ട് സമരം പിൻവലിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ ഇതിനെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയി ഡിമാൻഡ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉറച്ച ബോധ്യത്തിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും 18ാം ദിനത്തിൽ സർക്കാർ ഇത്തരത്തിലൊരു ആശ്വാസവാക്കുകൾ പറയുമ്പോഴും ആശമാർ അത്ര അതിൽ വീഴില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അവർ സർക്കാരിനോട് ഈ നയം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും തങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ തങ്ങൾ ഉയർത്തിയ ലക്ഷ്യം അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. പ്രധാനമായും ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം കൂടുതൽ ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇക്കാര്യത്തിലുണ്ടാകുക. എന്തായാലും നമുക്കറിയാം 18ാം ദിനത്തിലും ആശാപ്രവർത്തകർ ഈ ഒരു സമയത്ത് ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സജീവമാണ്. ഇവർ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഇത്തരത്തിൽ ഓണറേറിയം നൽകൽ, ഒപ്പം തന്നെ ഇൻസെന്റീവ് ഈ മാസം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോഴും ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുക അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടാണ് സർക്കാർ ഈ ഒരു പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോഴും ഇവർ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത്.